നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. ഇവന്റെയൊക്കെ പിറകിൽ കൂടിയ ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വലിയൊരു കഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമാണ്. വിവരമില്ലാത്ത ജാഹിലുകളെ ജനങ്ങൾ നേതാക്കന്മാരാക്കും, എന്നിട്ട് അവരുടെ പിന്നിൽ കൂടും. അവർ പിഴച്ചു പോകും, ജനങ്ങളെയും അവർ വഴിപിഴപ്പിക്കും. ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തേനിൽ ഊതാനാണ് ഈ ജാഹിൽ പറയുന്നത്. ഇവൻ്റെ ബിസിനസ്സിൻ്റെ വൃത്തം വ്യാപിപ്പിക്കാനുള്ള പരിപാടിയാണ്. ചൂഷണമാണല്ലോ. എന്തുമാത്രം ഒരു വലിയ കഷ്ടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വരണോ? അവർക്ക് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ കേന്ദ്രങ്ങളുണ്ട്, ആചാര്യന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. അതിനെ നമ്മൾ അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഒരു മുസ്ലിം നാമധാരി ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് ഈ നിലക്കുള്ള ഒരു ആഹ്വാനമുണ്ടാകുമ്പോൾ, ഈ നിലക്കുള്ള ഒരു സംസാരമുണ്ടാകുമ്പോൾ അത് എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഇത് കേട്ടിരിക്കുന്ന പണ്ഡിത വേഷധാരികൾ അവിടെ ഇല്ലേ? ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ, പ്രതികരിക്കുന്നില്ലല്ലോ. ബിരുദധാരികളാണ്, പണ്ഡിത വേഷധാരികളാണ്, അവർക്കത് വിഷയമല്ല. കേട്ടോക്ക്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ, സനത് വാങ്ങിയിട്ടുള്ള ബിരുദധാരികളായ എത്ര ആളുകൾ ആ മജ്ലിസിൽ ഇപ്പുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വം സാമാരെ ചോദിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ വർത്താനം നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ? ഒരു പേടിയില്ല. അവർക്ക് എന്ത് പേടിയാ? അവർക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ അവർ തിരുത്തൂലേ? അവർ പറഞ്ഞു കൊടുക്കൂലേ? അവർ ഈ ചൂഷണത്തിന് നേതൃത്വം കൊടുക്കുമോ? അതിൻ്റെ സ്റ്റേജിൽ വന്നിരിക്കുമോ? അവർക്കൊരു പേടിയില്ല. അവരൊക്കെ ഇതിൽ നിന്ന് വിഹിതം പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് അത്തരക്കാരിൽ നിന്നൊന്നും ഈ സമുദായത്തിനൊരു പ്രതീക്ഷയില്ല. ഈ സമുദായത്തെ അവർ തിരുത്തൂല. എന്നാൽ ഉസ്താദെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇതിനൊക്കെ തുടക്കം മുതൽ എതിർക്കുകയും ഈ ചൂഷണങ്ങളെ വളരെ ശക്തമായ നിലക്ക് ആഞ്ഞടിച്ചുകൊണ്ട് എതിർക്കുകയും ചെയ്യുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരാരാ? അവർ നിങ്ങളെല്ലാവരും കൂടി അവരെ വഹാബികളാക്കി. ഇനിയിപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ കുത്തിരുന്ന് കരഞ്ഞിട്ടോ മോങ്ങിയിട്ടോ കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഇതേപോലെയുള്ള വേറെയും ഒരുപാട് ചൂഷകന്മാർ നിങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ട്. അവരൊക്കെ തുറന്ന് എതിർക്കാൻ, മുടിയും പൊടിയും ചട്ടിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഇനിയെങ്കിലും തുറന്ന് എതിർക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ രംഗത്ത് വന്നെങ്കിലേ ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അവരെ വഹാബികളാക്കിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഉണർന്ന് ചിന്തിക്കാൻ സമയമായിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ്.